ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് യുവതാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ക്ലബ്ബാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം ലോണിൽ വിട്ട പ്ലേയേഴ്സ് വളരെയധികം മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ലോണിൽ ഒരുപാട് പ്ലേയേഴ്സ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിട്ടുണ്ട്. അവരൊക്കെ മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ ഗോകുലം കേരളയിലേക്ക് വിട്ട മുഹമ്മദ് അൻസിൽ കേരള സന്തോഷ് ട്രോഫി ടീമിന് വേണ്ടി വിജയ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. സർവീസസിനെതിരെ വിജയ ഗോൾ നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിൽ പോയ മുഹമ്മദ് അൻസിലായിരുന്നു. അതേപോലെ തന്നെ ISLലും മികച്ച പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിൽ പോയ പ്ലേയേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വികാഷി സഹോഷ് മുഹമ്മദ് അൻസ് എഫ് സിക്ക് വേണ്ടി വളരെ മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് 2 പ്രാവശ്യമായി ലോണിൽ വികാഷി സഹോഷത്തെ ലോണിൽ വിടുന്നു. വളരെ മികച്ച പെർഫോമൻസാണ് മുഹമ്മദ് അൻസിന് വേണ്ടി വികാഷി സഹോഷ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ നിഹാൽ സുരേഷാണ്. വളരെ മികച്ച പെർഫോമൻസാണ് നിഹാൽ സുരേഷ് പഞ്ചാബ് എഫ് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 4 പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നിഹാലിന് കിട്ടിക്കഴിഞ്ഞു. ഒരു ഗോളും നിഹാൽ സുരേഷ് ASL പതിനൊന്നാം സീസണിൽ ഇതുവരെ ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. വളരെ മികച്ച പ്രകടനങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് ലോണിൽ പോയിട്ടുള്ള യുവതാരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ISL ബ്രേക്കിലായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ട്രെയിനിങ് മത്സരം കളിച്ചിരിക്കുകയാണ്. പ്രാക്ടീസ് മത്സരത്തിൽ ഗോകുലം കേരളയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. 6-3 കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചേറിയത്. ഈ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രാക്ടീസ് മത്സരത്തിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ പറ്റാത്തത് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് വളരെയധികം ആശങ്ക നൽകുന്നൊരു കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നമുക്കറിയാം 8 കളികൾ ഈ ISL 11 സീസണിൽ കഴിഞ്ഞു. ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാനായി സാധിച്ചിട്ടില്ല. ഈ ഒരു പ്രാക്ടീസ് മത്സരത്തിൽ പോലും 6-3 ജയിച്ചപ്പോഴും ഇവിടെയും ക്ലീൻ ഷീറ്റ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയില്ല. ഇനി നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞുകൊണ്ട് വരുന്നത് വളരെയധികം സ്ട്രോങ്ങസ്റ്റ് ടീമുകളായ ചെന്നൈ FC ഗോവ, മോഹൻബഗാൻ സൂപ്പർ ജയൻസ് പോലത്തെ ടീമുകൾക്കെതിരെയാണ്. ഈ ഒരു ഡിഫൻസിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ഈ സീസണിൽ. ബ്ലാസ്റ്റേഴ്സ് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഡിഫൻഡിലാണ് ബ്ലാസ്റ്റേഴ്സിന് പ്രശ്നം വരുന്നത്. ഇൻഡിവിജ്വൽ മിസ്റ്റേക്കിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സ് അധിക ഗോളുകളും ഈ സീസണിൽ വൈകിട്ടുള്ളത്. ഗോൾ കീപ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എറേഴ്സ് ആയാലും ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള എറേഴ്സ് ആയാലും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ വളരെയധികം പിന്നോട്ട് വയ്ക്കുന്നു. ഇതിന് ബ്ലാസ്റ്റേഴ്സ് കോച്ചായ മൈക്കിൾ സ്റ്റാറെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയെങ്കിലാണ് ഈ സീസണിൽ നമുക്ക് മുന്നോട്ട് മുന്നേറാനായി സാധിക്കുള്ളൂ. ഇനി വരുന്ന 2 മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നിർണായകമാണ്. ആ 2 മത്സരങ്ങൾ വിജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇനി കൂടുതൽ പോയിന്റ്സ് നേടിക്കൊണ്ട് ടോപ്പ് 6ലേക്ക് ഒരു കോമ്പറ്റീറ്ററായി വരാനായി പറ്റുള്ളൂ.